പല്ലുവേദനയുടെ എഫക്റ്റ് കാരണം ഞാൻ അങ്ങനെ തന്നെ രാത്രി കിടന്നങ്ങ് സുഖമായിട്ട് ഉറങ്ങി കേട്ടോ. രാവിലെ എണീറ്റപ്പോഴും നല്ല വേദന ഉണ്ടായിരുന്നു. രാവിലെ എണീറ്റുമെന്നല്ല, എന്നെ എണീപ്പിച്ചതാണ് എൻ്റെ ബ്രദറുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് പൊതിച്ചോറ് വയ്ക്കാൻ കൊതിയാവുകടി, ഞാൻ വീട്ടിലോട്ട് വരുവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേഗം അവിടെ ഉണ്ടായിരുന്ന കുറേ ഐറ്റംസൊക്കെ വെച്ചിട്ട് പെട്ടെന്നൊരു പൊതി റെഡിയാക്കാനായിട്ടുള്ളൊരു പ്ലാനായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ഓംലെറ്റ് പൊട്ടാതെ ഇങ്ങനെ മറിച്ചിട്ടു. അതേപോലെ തന്നെ മീൻ വറുത്തു. പിന്നെ അങ്ങനെ കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കി കേട്ടോ. എന്തൊക്കെയായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ തോരനുണ്ടായിരുന്നു, മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, മീനുണ്ടായിരുന്നു, മോരുകറി ഉണ്ടായിരുന്നു. അങ്ങനെ ഇലയൊക്കെ വാട്ടി ഇതാ നമ്മൾ ചോറ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. അങ്ങനെ ചോറ് അവൻ്റെ ആവശ്യത്തിന് ചോറിട്ടു. പിന്നെ പൊട്ടറ്റോ മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ക്യാബേജ് തോരൻ, ചിക്കൻ കറിയാണ് ഒരു പെരട്ട് സ്റ്റൈലിൽ. പിന്നെ കുറച്ച് ചമ്മന്തി, അതുപോലെ അച്ചാർ, പിന്നെ കുറച്ച് ചമ്മന്തിപ്പൊടി, മോരുകറി, പിന്നെ ഒരു മുട്ട, മീൻ, പപ്പടം. അങ്ങനെ പൊതി കെട്ടി ഞാൻ സെറ്റാക്കി വെച്ചു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നമ്മളൊന്ന് ആ വാട്ടിയ ഇലയിൽ കുറച്ച് നേരം ഇരുന്നാലല്ലേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമ്മൾ പൊതിയെല്ലാം കെട്ടി റെഡിയാക്കിയിട്ട് അവർ രണ്ടുപേരും കൂടെ അപ്പൂസിൻ്റെ മേത്ത് കയറിയിരുന്ന് ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് എന്തായാലും ചോറും ഇലയും ഒക്കെ ആ ഒരു ഞങ്ങൾ ഓവനിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കാനൊക്കെ വെച്ചു. ഇനി അവരുടെ റിയാക്ഷൻ നമുക്ക് നോക്കാം. തുറന്നു നോക്കുമ്പോഴത്തേക്കും റിയാക്ഷൻ എടുക്കാം. കഴിക്കല്ലേ, എന്താ വേണ്ടേ? എല്ലാം കൂടെ മിക്സ് ആക്കി അടിപൊളിയാ. കൊള്ളോ? നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് കഴിച്ചില്ലല്ലോ. അല്ല അളിയൻ്റെ റിയാക്ഷൻ ഞാൻ ഇവിടുന്ന് പറഞ്ഞാ. മീൻ അങ്ങോട്ട് മാറ്റി വെക്കട്ടെ. കുറച്ച് മുട്ട എടുത്തോളൂ. എല്ലാം കൂടെ മിക്സ് ചെയ്യും. കുറച്ച് ചമ്മന്തി, ചിക്കനോടെ വാങ്ങിക്കോട്ടോ. കുറച്ച് കപ്പളങ്ങ. കപ്പളങ്ങയല്ല, ക്യാബേജ്. ക്യാബേജ് എവിടെയുണ്ട് കിഴങ്ങ്? എല്ലാം കൂടെ ഇങ്ങനെ കുഴച്ചിട്ട് എങ്ങനെ ഉണ്ടല്ലോ? അടിപൊളി ആണോ? ഇഷ്ടമായോടാ? നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ലല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ആണോ? ശരിക്കും അല്ലേ? കാര്യമായിട്ടും. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ച് ആ വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ് കേട്ടോ. എങ്ങനെയുണ്ട്, ഇവരിനി നുണ പറയുവാണോ അല്ലയോ എന്ന്. എനിക്ക് പൊതുവേ ഈ പൊതിച്ചോറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് എപ്പോഴും കഴിക്കാനൊന്നും ഇഷ്ടമല്ല. ഞങ്ങളിപ്പോൾ കുറേ നാളായിട്ട് പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ടേ ഇല്ല. അങ്ങനെ പൊതിച്ചോറൊക്കെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാം കൂടെ മുന്നോട്ടും പറഞ്ഞ പോലെ മിക്സായി വന്നു കഴിഞ്ഞപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം പല്ലുവേദന നേരത്തെ പോലെ തന്നെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാനൊരു മരുന്നൊക്കെ കഴിച്ചിട്ട് ഇനി കിടന്നൊന്ന് ഉറങ്ങാമെന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയൊക്കെ ഉള്ളൂ. ലവ് യു ഗൈസ്, ബൈ ബൈ.